ഹലോ ഡിയർ ലേണേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ ബ്രിട്ടീഷ് ഹിസ്റ്ററി, അതായത് നിങ്ങളുടെ ആൻസിലറി കോഴ്സിൻ്റെ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ്റെ ഫസ്റ്റ് പാർട്ട് കേട്ടോ. അതാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. സെമസ്റ്റർ 1 ഓക്കെ. അതിൽ യൂണിറ്റ് 1 ബ്രിട്ടീഷ് ഐൽസ്. ബ്രിട്ടീഷ് ഐൽസിനെ കുറിച്ച് അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ നോക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം ഇങ്ങനെയുള്ള പേരുകളൊക്കെ സാധാരണ കേൾക്കാറുള്ളതാണ്. അപ്പോൾ നെയിംസ് ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് യുണൈറ്റഡ് കിങ്ഡം ആർ ഓഫൺ യൂസ്ഡ് സിനോണിമസ്ലി ഫോർ ദി സെയിം കൺട്രി. ഒരേ രാജ്യത്തിനെ തന്നെയാണ് ബ്രിട്ടൻ എന്നും ഗ്രേറ്റ് ബ്രിട്ടൻ എന്നും യുണൈറ്റഡ് കിങ്ഡം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബ്രിട്ടൻ എന്ന് വെച്ചാൽ ഇറ്റ് കംപ്രൈസസ് ഹോൾ ഓഫ് ദി ഐലൻഡ്. That includes England, Wales and Scotland. അപ്പോൾ ഈ ഒരു ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു ഹോൾ ഐലൻഡാണ്. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ബ്രിട്ടൻ. ആൻഡ് ദ യുണൈറ്റഡ് കിങ്ഡം ഇൻക്ലൂഡ്സ് 6 countries collectively known as നോർത്തേൺ അയർലൻഡ്. യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് അതിൽ 6 രാജ്യങ്ങളാണ് ഉള്ളത്. Situated in the northeastern part of the island of Ireland, situated on the west of Britain. ബ്രിട്ടൻ്റെ വെസ്റ്റ് പാർട്ടിലും ഐലൻഡ് ഓഫ് അയർലാൻഡിൻ്റെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലുമാണ് ഇതുള്ളത്. ആൻഡ് ദ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആസ് വെൽ ആസ് നോർത്തേൺ അയർലാൻഡ് ഈസ് ദ ഒഫീഷ്യൽ നെയിം ഓഫ് ദി കൺട്രീസ് ഹൂസ് ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ ഈസ് സ്റ്റഡി. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലെങ്കിൽ നോർത്തേൺ അയർലൻഡ്, ഇതാണ് ആ ഒരു രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ നെയിം. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹിസ്റ്ററി, കൾച്ചർ, ലിറ്ററേച്ചർ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലണ്ടൻ ആണ് ദ ക്യാപിറ്റൽ ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ ക്യാപിറ്റൽ ഓഫ് യുണൈറ്റഡ് കിങ്ഡം ആൻഡ് ഓൾസോ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സിറ്റീസ് ഓഫ് ദി വേൾഡ്. ഇനി ഇത് കൂടാതെ സം ഓഫ് ദി അതർ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓഫ് ഇംഗ്ലണ്ട് ആർ ബർമിംഗ്ഹാം, ലിവർപൂൾ ആൻഡ് മാഞ്ചസ്റ്റർ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദി ക്യാപിറ്റൽ സിറ്റി ഓഫ് ബെൽഫാസ്റ്റ്, ലണ്ടൻ, ഡെറി ആൻഡ് ലിസ്ബൺ ആർ ദി മേജർ സിറ്റീസ് ഇൻ നോർത്തേൺ അയർലാൻഡ്. സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റലാണ് എഡിൻബർഗ് ആൻഡ് അതർ മെയിൻ സിറ്റീസ് ആർ ഗ്ലാസ്കോ, ആബ്ഡർഡീൻ, ഡണ്ടി അങ്ങനെയൊക്കെയുള്ള പ്ലേസസ്. ആൻഡ് ദ പോപ്പുലേഷൻ ഓഫ് ദി യുണൈറ്റഡ് കിങ്ഡം the names Britain and England are also interchangeably by some people. അപ്പോൾ ഈ ബ്രിട്ടൻ എന്ന് പറയുന്നതും ഇംഗ്ലണ്ട് എന്ന് പറയുന്നതും പലർക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്, ഏത് രാജ്യമാണ് എന്നതിനെക്കുറിച്ച്. സെയിം ആണോ? ബ്രിട്ടൻ ഈസ് യൂസ്ഡ് അറ്റ്ലീസ്റ്റ് ആസ് ഏർലി ആസ് 1st century BC. ബ്രിട്ടൻ എന്നുള്ളത് ഫസ്റ്റ് സെഞ്ച്വറി BCയിൽ തന്നെ, അതായത് ബ്രിട്ടനിൽ ആദ്യമായിട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള കെൽട്ടിക് പീപ്പിൾ വന്ന ആ സമയത്ത് തന്നെ they were called Britons, BRITONS എന്ന് ആ ഒരു പേര് നേരത്തെ തന്നെ ഫസ്റ്റ് സെഞ്ച്വറി BCയിൽ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ദ കെൽട്സ് were the earliest known inhabitants of the island. കെൽട്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗമാണ് ഈ ബ്രിട്ടൻ എന്ന ഐലൻഡിലെ ആദ്യത്തെ ഇൻഹാബിറ്റൻസ്. they were tribes and they settled in the island at least 600 BC. Then the term Britain was certainly used by the Romans to refer to the Celtic people. അപ്പോൾ ഈ കെൽട്ടിക് പീപ്പിളിനെ റെഫർ ചെയ്യാനായിട്ട് റോമൻസ് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ബ്രിട്ടൻ എന്ന പേര്. ആൻഡ് ജൂലിയസ് സീസർ ഇൻവേഡഡ് ദി ഐലൻഡ് ഇൻ 55 and 54 BC. And the Romans under the Emperor Claudius started the conquest of Britain in 43 AD and managed to extend its control over much of the present territory of England and Wales and some part of Scotland. അപ്പോൾ പിന്നീട് റോമൻസ്, അതായത് എംപറർ ക്ലോഡിയസിൻ്റെ ആ ഒരു ലീഡർഷിപ്പിൽ AD 43 ബ്രിട്ടൻ കോൺകർ ചെയ്യുകയും അങ്ങനെ ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലാൻഡ് ഈ ഭാഗങ്ങളൊക്കെ അവരുടെ കൺട്രോളാക്കുകയും ചെയ്യാണ്.
അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ട്രേസിങ് ദി ഒറിജിൻ ഓഫ് യുണൈറ്റഡ് കിങ്ഡം വുഡ് ടേക്ക് അസ് ബാക്ക് ടു ദ ആംഗ്ലോ സാക്സൺ പീരീഡ്. അപ്പോൾ ഈ ഒരു യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഹിസ്റ്ററി നോക്കണമെങ്കിൽ നമുക്ക് ആംഗ്ലോ സാക്സൺ പീരീഡിലേക്ക് പോകണം. പെർട്ടിക്കുലർലി ദ പീരീഡ് ഓഫ് വെസ്റ്റ് സാക്സൺ കിങ് എയ്സ്തൽട്ടൻ ആയിരുന്നു ആ കാലഘട്ടത്തിലെ ആംഗ്ലോ സാക്സൺ കിങ് എന്ന് പറയുന്നത്. And by the early 10th century AD, the king succeeded in annexing and consolidating his kingdom by overcoming the other Saxon and Celtic rulers in the neighborhood. അപ്പോൾ ഈ ഒരു എത്തൽസ്റ്റൻ എന്ന് പറയുന്ന ഈ ഒരു രാജാവ് കേൾസിനെ ഒക്കെ ഓവർകം ചെയ്ത് ഈ ബ്രിട്ടൻ കീഴടക്കുകയാണ്. ആൻഡ് ഹി കൺട്രോൾ മോർ ടെറിട്ടറി ദാൻ എനി പ്രീവിയസ് ആംഗ്ലോ സാക്സൺസ് കിങ്. അപ്പോൾ ഇദ്ദേഹത്തിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്ന ആംഗ്ലോ സാക്സൺ രാജാക്കന്മാരെക്കാളും ഒക്കെ കൂടുതൽ ടെറിട്ടറീസ് ഇദ്ദേഹം എന്ത് ചെയ്തു, അനക്സ് ചെയ്തു, അതായത് കോൺകർ ചെയ്തു. And through subsequent efforts and conquest over the following centuries, kingdoms in northern and western part of the island, Wales, Scotland and Ireland also come under the English domination. അപ്പോൾ വീണ്ടും ഒരുപാട് എഫേർട്ടും കോൺക്വസ്റ്റുകൾക്കും ഒക്കെ ശേഷം ബ്രിട്ടൻ്റെ നോർത്തേൺ പാർട്ടും അതുപോലെ തന്നെ വെസ്റ്റേൺ പാർട്ട്, അതായത് വെയിൽസ്, സ്കോട്ട്ലാൻഡ്, അയർലാൻഡ്, ഇതൊക്കെ ഇംഗ്ലീഷ് ഡോമിനേഷൻ്റെ കൺട്രോളിൽ ആയി. And it was in 1284 that England finally annexed Wales. England Wales annexed ചെയ്തു. And it was only during the period of the Tudor ruler Henry VIII that Wales was legally incorporated into England by the Act of Union 1536 and 1542. അപ്പോൾ 1284 വെയിൽസ് ഇംഗ്ലണ്ട് അനക്സ് ചെയ്യുന്നത്. ആൻഡ് അതിന് ശേഷം ഹെൻറി എയ്ത്ത്, അതായത് ട്യൂഡർ റൂളറായ ഹെൻറി എയ്ത്ത് ആണ് വെയിൽസിനെ ലീഗലി ഇംഗ്ലണ്ടിൻ്റെ ഒപ്പം ചേർത്തിട്ടുള്ളത്. ആൻഡ് വെൻ ക്വീൻ എലിസബത്ത് ഫസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ഡൈഡ് childless in 1603, she was succeeded by her cousin James VI. ക്വീൻ എലിസബത്ത് ഫസ്റ്റ് അവരുടെ മരണത്തിന് ശേഷം അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ആൻഡ് ഷി വാസ് സക്സീഡഡ് ബൈ ഹർ കസിൻ, അവരുടെ കസിനായ ജെയിംസ് സിക്സ്ത് ആണ് പിന്നീട് ഇംഗ്ലണ്ടിൻ്റെ റൂളറാവുന്നത്. ആൻഡ് ഫ്രം ദാറ്റ് ഇയർ ഓൺവേർഡ്സ് ദ ടു നേഷൻസ് were unified under a single monarch. അപ്പോൾ ആ വർഷം തുടങ്ങി ഈ രണ്ട് രാജ്യങ്ങളും ഒരു സിംഗിൾ മൊണാർക്കാണ് ഭരിച്ചിരുന്നത്. ബട്ട് ഇറ്റ് വാസ് ഓൺലി ഇൻ 1507 with the Act of Union that England and Scotland were unified under the name of United Kingdom of Great Britain. പിന്നീട് 1707 ആക്ട് ഓഫ് യൂണിയൻ പ്രകാരമാണ് ഇംഗ്ലണ്ടും സ്കോട്ട്ലാൻഡും യൂണിഫൈ ചെയ്തതിന് ശേഷം ചെയ്യുന്നത് ഏതിൻ്റെ കീഴിലായിരുന്നു? യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. And the term British came into use at this time to refer to the people of entire kingdom. അപ്പോൾ ആ ഐലൻഡ് മുഴുവനായിട്ടുമുള്ള ആൾക്കാരെ നമ്മൾ ബ്രിട്ടീഷ് എന്നാണ് പറഞ്ഞിരുന്നത്. ആ എൻറ്റയർ കിങ്ഡത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ബ്രിട്ടീഷ് എന്ന് പറയുന്നത്. And Scotland relationship with England before and after the merger has been problematic. പക്ഷേ ഈ സമയത്ത് സ്കോട്ട്ലാൻഡും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. And Ireland had a history of long conflict with England starting at least from 1166 when Henry II invaded it. ഇനി അയർലൻഡിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അയർലൻഡും ഇംഗ്ലണ്ടും തമ്മിൽ ഒരു ലോങ് കോൺഫ്ലിക്റ്റ് തന്നെ നടന്നിരുന്നു. ഹെൻറി സെക്കൻഡ് ഇത് ഇൻവേഡ് ചെയ്തതിന് ശേഷം. ആൻഡ് എവർ സിൻസ് ദാറ്റ് ഇയർ ദ കൺട്രോൾ ഓഫ് ഇംഗ്ലണ്ട് ഓവർ അയർലാൻഡ് വാക്സ്ഡ് ആൻഡ് വെയിൻ ഇൻ്റർപോസ്ഡ് വിത്ത് കോൺസ്റ്റൻറ്റ് റെബല്യൻസ് ബൈ ദ ഐറിഷ് പീപ്പിൾ. അപ്പോൾ ആ കാലഘട്ടം തുടങ്ങി
ഈ അയർലൻഡും ഇംഗ്ലണ്ടും തമ്മിൽ പ്രശ്നമായിരുന്നു. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റെബല്യൻസ് അവിടെ നടന്നുകൊണ്ടിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഓൺലി ഡ്യൂറിങ് ദി 17th century ദാറ്റ് UK വാസ് ഏബിൾ ടു എസ്റ്റാബ്ലിഷ് സം കൺട്രോൾ. പിന്നീട് 17th century ആയി ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ആൻഡ് ഡിസ്പൈറ്റ് ബിറ്റർ റെസിസ്റ്റൻസ് ഫ്രം ദി ഐറിഷ് പീപ്പിൾ, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് എനാക്റ്റഡ് ആൻ ആക്ട് ഓഫ് യൂണിയൻ വിത്ത് അയർലാൻഡ് ഇൻ 1801. അപ്പോൾ ഈ ഒരു ബിറ്റർ റെസിസ്റ്റൻസിന് ശേഷമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആക്ട് ഓഫ് യൂണിയൻ എന്നുള്ള ആ ഒരു ആക്ട് കൊണ്ടുവരികയും ആൻഡ് വിച്ച് ക്രിയേറ്റഡ് ദി യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് അയർലാൻഡ്. അങ്ങനെയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നുള്ളത് ഫോം ചെയ്യുന്നത്. And following the Irish War of Independence, the British government was forced to accept the creation of an Irish Free State from 1922 onwards. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഐറിഷ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അവരുടെ ആ ഒരു ആവശ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് ഓൺലി 6 countries ഓഫ് ദി നോർത്തേൺ പ്രോവിൻസ് ഓഫ് അയർലൻഡ് റിമെയിൻഡ് വിത്ത് UK. അപ്പോൾ ഇതോടെ അയർലൻഡിൻ്റെ 6 ടെറിട്ടോറിയൽ ഡിവിഷൻസ് അല്ലെങ്കിൽ 6 പ്രോവിൻസുകൾ മാത്രമാണ് UK ഒപ്പം നിന്നത്. ബാക്കിയെല്ലാം ഒരു ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് എന്ന ഒരു രാജ്യമായിട്ട് മാറി. ആൻഡ് ദ മൊമെൻറ്റ് ദ ഐലൻഡ് ഓഫ് അയർലൻഡ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് വിച്ച് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1949 ആൻഡ് എ സ്മോൾ നോർത്തേൺ അയർലൻഡ്. അങ്ങനെ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്ന പേരിൽ അറിയപ്പെട്ടു 1949. And Britain started growing in prominence in Europe only during the second half of 16th century during the reign of Queen Elizabeth. Queen Elizabeth ഫസ്റ്റിൻ്റെ കാലഘട്ടത്തിലാണ് പതുക്കെ ബ്രിട്ടൻ വളർന്നു വരാനായിട്ട് തുടങ്ങിയത്. And it was also the golden age of English literature and drama by the presence of William Shakespeare. ആ ഒരു കാലഘട്ടമാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെയും ഗോൾഡൻ ഏജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, വില്യം ഷേക്സ്പിയറിൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടം. Then with the industrial revolution that appeared in the second half of 18th century, Britain rose to great prosperity. അങ്ങനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൂടി സ്റ്റാർട്ട് ചെയ്തതോടെ ബ്രിട്ടൻ വീണ്ടും പ്രോസ്പെരിറ്റിയിലേക്ക് വളരാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് വാസ് പ്രോബബ്ലി ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് പ്രോസ്പെറസ് കൺട്രി ഇൻ ദ വേൾഡ് ബൈ ദ ടൈം ക്വീൻ വിക്ടോറിയ ക്വീൻ വിക്ടോറിയയുടെ ആ ഒരു മരണ സമയം, അതായത് 1837 to 1901 ഒക്കെ ആവുമ്പോഴത്തേക്കും ബ്രിട്ടൻ ഒരു മോസ്റ്റ് പവർഫുൾ ആൻഡ് മോസ്റ്റ് പ്രോസ്പെറസ് കൺട്രി ഇൻ ദ വേൾഡ് ആയിട്ട് മാറി. ആൻഡ് ബ്രിട്ടൻ ലോസ്റ്റ് ഇറ്റ്സ് ഡോമിനൻറ്റ് പൊസിഷൻ ഇൻ ദ വേൾഡ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. പക്ഷേ സെക്കൻഡ് വേൾഡ് വാറൊക്കെ ആയപ്പോഴത്തേക്കും ബ്രിട്ടൻ്റെ ആ ഡോമിനൻറ്റ് പൊസിഷനിൽ കുറച്ച് ആ ഒരു തകർച്ച ഉണ്ടായി. കാരണം വെൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എമേർജ്ഡ് ആസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ, മിലിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ പവർ. കാരണം ആ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വളർന്നു വന്നതോടെ ബ്രിട്ടൻ്റെ ആ സ്ഥാനം അവരുടെ താഴേക്കായി മാറി. ആൻഡ് ദ UK ഹാസ് ബീൻ സീൻ ഇറ്റ്സ് പൊസിഷൻ ഫർദർ ഡിമിനിഷ്ഡ് ഇൻ ദ തേർഡ് ഡെക്കേഡ് ഓഫ് 21st century. അങ്ങനെ UKയുടെ ആ ഒരു പൊസിഷനിൽ കുറച്ചും കൂടി ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങി 21st century ആയപ്പോഴത്തേക്കും. And perhaps greatest contribution to the world has been to the English language, now speak in every corner of the world, as one of the leading international mediums of political, cultural and economic exchange. അപ്പോൾ ബ്രിട്ടൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ, ലോകത്തിലേക്കുള്ള ഒരു ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ മീഡിയമായിട്ട് മാറി. അത് പൊളിറ്റിക്കൽ ആണെങ്കിലും കൾച്ചറൽ ആണെങ്കിലും economic ആണെങ്കിലും ഒക്കെ. Okay, and the fact that English is the language spoken in the USA has considerably helped in this regard. USA-യിലും ഇംഗ്ലീഷ് തന്നെയാണ് അവരുടെ സ്പോക്കൺ ലാംഗ്വേജ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്പ്രെഡിനുമൊക്കെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് മാറി. And it is difficult to say exactly whether England, Wales, Scotland and Northern Ireland are countries or states in a country.
പക്ഷേ ഇപ്പോഴും നമുക്ക് എന്ത് പറയാനൊരു ഡിഫിക്കൽട്ടാണ്. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലാൻഡ്, നോർത്തേൺ അയർലാൻഡ് എന്നൊക്കെ പറയുന്നത് അത് ഒരു കൺട്രി ആണോ, ഒരു സ്റ്റേറ്റ്, ഒരു കൺട്രിയിലുള്ള ഒരു സ്റ്റേറ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ ഡിഫിക്കൽട്ടാണ്. കാരണം ഫോറിനേഴ്സ് ആർ കൺഫ്യൂസ്ഡ്, ഫോർ ഇൻസ്റ്റൻസ്, ബൈ ദി സൈറ്റ് ഓഫ് സെപ്പറേറ്റ് ടീംസ് ഫീൽഡഡ് ഇൻ ഫുട്ബോൾ ബൈ ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലാൻഡ് ആൻഡ് റിപ്പബ്ലിക് ഓഫ് അയർലാൻഡ്. കാരണം ഈ ഒരു ഫുട്ബോൾ മാച്ചൊക്കെ വരുന്ന സമയത്ത് സെപ്പറേറ്റ് ടീംസാണ് അവിടെ നിന്നുണ്ടാവുക. ഇംഗ്ലണ്ടിൽ നിന്നുണ്ടാവും, സ്കോട്ട്ലാൻഡിൽ നിന്നുണ്ടാവും, വെയിൽസിൽ നിന്നുണ്ടാവും, നോർത്തേൺ അയർലാൻഡിൽ നിന്നുണ്ടാവും, റിപ്പബ്ലിക് ഓഫ് അയർലാൻഡിൽ നിന്നുണ്ടാവും. അപ്പോൾ അതൊരു രാജ്യമാണോ അതോ രാജ്യത്തിലെ ഒരു സ്റ്റേറ്റ് ആണോ എന്നുള്ളത് കൺഫ്യൂഷനാണ്. ബട്ട് ഇൻ ക്രിക്കറ്റ് സെപ്പറേറ്റ് ടീംസ് അപ്പിയർ ഓൺലി ഫ്രം ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് ആൻഡ് അയർലാൻഡ്. പക്ഷെ ക്രിക്കറ്റിലാവുമ്പോൾ സെപ്പറേറ്റ് ടീംസ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, അയർലാൻഡ് ഇത് മൂന്നിനും സെപ്പറേറ്റ് ടീംസാണ് വരിക. ബട്ട് ദെൻ അഗെയിൻ ഇൻ cricket Ireland contains players from both Northern Ireland and Republic of Ireland, and the players from Wales are available for selection in the team fielded by England and Wales Cricket Board. പക്ഷേ ക്രിക്കറ്റിൽ പിന്നെ നോക്കുന്ന സമയത്ത് പ്ലേയേഴ്സ് ഫ്രം നോർത്തേൺ അയർലാൻഡ് ആൻഡ് റിപ്പബ്ലിക്കൻ ഓഫ് അയർലാൻഡ് എന്നുള്ള പ്ലേയേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്ലേയേഴ്സ് ഫ്രം വെയിൽസ് ഈ ഒരു ക്രിക്കറ്റ് ബോർഡിൽ ഉണ്ട്. ആൻഡ് പെർഹാപ്സ് ദ യുണൈറ്റഡ് കിങ്ഡം ക്യാൻ ബി ബെറ്റർ അണ്ടർസ്റ്റുഡ് ആസ് എ ഫെഡറേഷൻ ഓഫ് കൺട്രീസ് ദാറ്റ് ഹാവ് കൺസിഡറബിൾ ഓട്ടോണമി ഇൻ സം ഏരിയാസ് ബട്ട് ഡു നോട്ട് എൻജോയ് ഫുൾ ഓട്ടോണമി. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എ ഫെഡറേഷൻ ഓഫ് കൺട്രീസ് വിച്ച് ഹാവ് ദാറ്റ് ഹാവ് കൺസിഡറബിൾ ഓട്ടോണമി. ഫെഡറേഷൻ ഓഫ് കൺട്രീസ് ആണ്, അവർക്ക് ഓരോ നേഷനും അവരുടേതായ ഒരു ഓട്ടോണമി ഉണ്ട്. ബട്ട് സം ഏരിയാസ് ഡു നോട്ട് എൻജോയ് ഫുൾ ഓട്ടോണമി. പക്ഷെ ചില പ്രദേശങ്ങൾക്ക് ഫുൾ ഓട്ടോണമി ഇല്ല. It has to be noted that England does not exist as a political unit and does not have a legislative assembly of its own like the other constituent units. അപ്പോൾ ഇംഗ്ലണ്ട് എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ യൂണിറ്റായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഇല്ല മറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് യൂണിറ്റ്സ് പോലെ. Thus it is evident that all the institutions in England have been subsumed into those for the UK. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്? UK ആൻഡ് ഫോളോയിങ് റെഫറൻഡംസ് ഹെൽഡ് ഇൻ സ്കോട്ട്ലാൻഡ്, വെയിൽസ് ആൻഡ് നോർത്തേൺ അയർലാൻഡ് ദ UK പാർലമെൻറ്റ് പാസ്ഡ് 3 devolution acts. അതായത് സ്കോട്ട്ലാൻഡ് ആക്ട് 1998, നോർത്തേൺ അയർലാൻഡ് ആക്ട് 1998 ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് വെയിൽസ് ആക്ട് 1998. The Scottish Parliament, National Assembly for Wales and the Northern Ireland Assembly have consequently came into existence. അപ്പോൾ ഇതിന് ശേഷം സ്കോട്ടിഷ് പാർലമെൻറ്റ്, ദ നാഷണൽ അസംബ്ലി ഫോർ വെയിൽസ് ആൻഡ് ദി നോർത്തേൺ അയർലൻഡ് അസംബ്ലി ഇങ്ങനെയുള്ള അവരുടേതായ ആ ഒരു പാർലമെൻറ്റ്സ് അവിടെ നിലവിൽ വന്നു. And further powers have been developed since these original acts, most recently through the Scotland Act of 2016 and Wales Act of 2017. വീണ്ടും കുറച്ചും കൂടി അധികാരം അവർക്ക് കൊടുത്തുകൊണ്ട് പാസ്സാക്കപ്പെട്ടിട്ടുള്ള ആക്റ്റാണ് സ്കോട്ട്ലാൻഡ് ആക്ട് ഓഫ് 2016 വെയിൽസ് ആക്ട് ഓഫ് 2017. And ever since Britain broke away from the EU, there have been growing demands for full independence for Scotland. അപ്പോൾ സ്കോട്ട്ലാൻഡിന് ഫുൾ ഇൻഡിപെൻഡൻസ് വേണം എന്നുള്ള ആവശ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ബ്രിട്ടൻ ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തായി. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ അതിന്ന് ഒഴിവായതോടെ വീണ്ടും ഈ സ്കോട്ട്ലാൻഡിന് ഫുൾ ഇൻഡിപെൻഡൻസ് വേണം എന്ന ആവശ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബ്രിട്ടീഷ് ഐൽസ്, അതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഇംഗ്ലണ്ട്, വെയിൽസ് ഇതിനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. താങ്ക് യു.